மலையடிவாரத்துல ஒரு அழகான கிராமம். நினைக்கிறப்பெல்லாம் மழை பெய்யற மாதிரி ஒரு பியூட்டிஃபுல்லான கிளைமேட். குட்டி வீடு, அதுல எப்பவுமே பேர்ட்ஸ் சத்தம் கேட்டுட்டே இருக்கும். டிவி கிடையாது, செல்போன் கிடையாது. நம்ம கிட்ட மட்டும்தான் பேசிக்கிறோம். யார்ட்டையும் கோவப்படாம, தொந்தரவு பண்ணாம, நமக்குன்னு ஒரு உலகத்துல சந்தோஷமா வாழணும். ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നല്ല തണുപ്പാണ്. നമ്മളിന്നിപ്പം നമ്മുടെ ഒരു വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ വീഡിയോ ആണ് കാണാൻ പോകുന്നത്. ഞങ്ങൾ പെൻസിൽവേനിയ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലോട്ട് വന്നിരിക്കുന്നത്. അടുത്താണ് ന്യൂജേഴ്സിയിൽ നിന്ന്. അടുത്തത് പറയുമ്പം ഈ ഒരു സ്ഥലത്തിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഏകദേശം 3 മണിക്കൂർ എടുത്തു. ആ തിരക്ക് പിടിച്ചൊരു ലൈഫൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഞങ്ങൾ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു ഫാം ഹൗസ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വീട്ടിൽ നിന്ന് വരുന്ന വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരാം. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 10 മണിയൊക്കെ ആയപ്പം പുറപ്പെട്ടു. 3-3.5 മണിക്കൂറോളം ഡ്രൈവ് ഉണ്ട്. അപ്പം ഇടയ്ക്ക് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നിർത്തി ഭക്ഷണം കഴിച്ചതിന് ശേഷം വീട്ടിലോട്ട് പോകാമെന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്ലാൻ. 3 മണിക്കാണ് ചെക്ക് ഇൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു 2 മണിക്ക് ഏകദേശം എത്തുന്ന പോലെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഭക്ഷണം മാത്രമല്ല, ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പോകുന്നത് തന്നെ ഒരു റിമോട്ട് ഏരിയയിലോട്ടാണ്. എന്ന് വെച്ചാൽ അവിടെ വലുതായിട്ട് അടുത്ത് ഇങ്ങനെ ഷോപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ എല്ലാം നമ്മൾ ഈ പോണ വഴിയിൽ ടൗണിൽ നിന്ന് തന്നെ വാങ്ങിയിട്ടൊക്കെ പോകണം. നമ്മളിപ്പോൾ ഒരു സർവീസ് ഏരിയയിൽ വന്ന് നിർത്തിയിരിക്കുകയാണ്. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല തണുപ്പും കാറ്റും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് പക്ഷേ ചെടികളുടെ ഒക്കെ കളറാണ്. കൊഴിഞ്ഞു പോയി, എല്ലാം നന്നായിട്ട് ഇങ്ങനെ കൊഴിഞ്ഞിട്ടുണ്ട്. എന്താ കൂട്ടാ, വേറെയൊക്കെ ഇത് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. പോകുന്ന വഴിയിലെ കാഴ്ചകളും കാണാൻ നല്ല ഭംഗിയാണ്. കളറൊക്കെ മാറി നിൽക്കുന്ന മരങ്ങളാണ്. ചിലയിടത്ത് പോകുമ്പം ഒരുപാട് ഇലകളൊക്കെ കൊഴിഞ്ഞ പോലെ ഉണ്ടാവും. പക്ഷെ ചിലയിടത്ത് ശരിക്കും നല്ല ഭംഗിയായിട്ടായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. നമ്മൾ ഇനിയിപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. ഇവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടു. അപ്പോൾ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾക്ക് നമ്മുടെ സ്ഥലത്തോട്ട് പോവാം. പിന്നെ കുറച്ച് ഷോപ്പിങ്ങും കൂടെ ചെയ്യാനുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോണത് ഒരു കടയും ഒന്നും ഇല്ലാത്ത സംഭവം ഒരു സ്ഥലത്തോട്ടാണല്ലോ. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം, ഇല്ലെങ്കിൽ നമ്മളവിടെ പട്ടിണിയായിരിക്കും. ഫുഡും കൂടിയിട്ട് ഡെലിവറി ചെയ്യാത്തൊരു സ്ഥലമാണ്. മെക്കാനിക്സ്ബർഗ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു പെൻസിൽവേനിയയിൽ. അവിടെയാണ് ഈ റെസ്റ്റോറൻറ്റും അതുപോലെ അടുത്ത് ഷോപ്പിങ്ങും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് നമ്മൾ ഹോണസ്റ്റ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത്. ഇതൊരു വെജ് റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ നമ്മളെന്തായാലും ഒരുപാട് ഹെവി ആയിട്ടൊന്നും കഴിക്കുന്നില്ല, ജസ്റ്റ് ലൈറ്റായിട്ട് കഴിക്കാമെന്ന് ഓർത്തു. വടാപ്പാവ് കണ്ടപ്പോൾ എന്നാലും അതെടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ വിക്കിക്കും എല്ലാവർക്കും അതിഷ്ടമാണ്. പിന്നെ നാൻ, പനീർ ഗ്രേവി അത്രേ വാങ്ങിയുള്ളൂ. നമ്മളിപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ ഒരു ഇന്ത്യൻ ഏഷ്യൻ ഗ്രോസറി ഷോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ വന്നിരിക്കുകയാണ്. ഇത് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം പോകാമെന്ന് വിചാരിച്ചിട്ട്. അവിടെ കടകളൊന്നുമില്ല, ഒരു ഉൾഗ്രാമമാണ്. പാല്, തൈര്, അച്ചാർ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മാത്രമാണ് വാങ്ങിക്കേണ്ടുള്ളൂ ഇവിടുന്ന്. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ആവശ്യത്തിന് വലിയ കടയാണല്ലോ. അപ്പം നമ്മുടെ ആ ഒരു ഡെസ്റ്റിനേഷൻ എത്താറായി. കണ്ടോ, എന്ത് രസമാണല്ലേ കാണാൻ തന്നെ. ഇങ്ങനെ അടുത്തോട്ട് എത്തുന്തോറും ഭയങ്കരമായിട്ട് മലകളും ഇങ്ങനെ താഴ്വാരങ്ങളൊക്കെ ആയിട്ടുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. നമ്മുടെ വീടിൻ്റെ പരിസരം ഇങ്ങനെയാണ്. അതൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ പോയിട്ട് വീട് കാണാം. അപ്പം ഇതൊരു ഫാം ഹൗസ് പോലെ ഇങ്ങനെ ഉണ്ട്. നമ്മൾക്ക് ഇതിനകത്തോട്ട് പോയിട്ട് നോക്കാം. എക്കോ ഒക്കെ കേൾക്കുന്ന പോലെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മളിവിടെ 3 പകലും 2 രാത്രികളുമാണ് തങ്ങാൻ പോണത്. എന്തായാലും അകത്തെ കാഴ്ചകളൊക്കെ ഞാൻ ഓൾറെഡി തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് ഈ ഒരു വീടിൻ്റെ ഡീറ്റെയിൽഡ് ഹോം ടൂർ തന്നെ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ബാക്കി ഇവിടുത്തെ വിശേഷങ്ങളിലോട്ട് കിടക്കാം. ഇതുപോലെ 1-2 ദിവസമൊക്കെ താമസിക്കാൻ പറ്റിയൊരു നല്ല വീടാണ്. ഒരുപാട് നാളൊന്നും താമസിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ റിമോട്ട് ഏരിയ അല്ലേ. അപ്പം അതുകൊണ്ട് കൂടെ ആയിരിക്കും ഇവരിങ്ങനെ Airbnb ആയിട്ട് ഇട്ടിരിക്കുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളാട്ടോ. ഒരു ഇഡ്ഡലി പാത്രത്തിൻ്റെ ഇത് കൊണ്ടുവന്നു. പിന്നെ ദോശമാവ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഉപ്പ് ജസ്റ്റ് എടുത്ത്, ഉപ്പ് ഇവിടെ ഉണ്ടാവുമെന്നറിയാം. ഇതെങ്ങാനും പാല് ബാക്കി വരികയാണെങ്കിൽ നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്കല്ലേ, അപ്പോൾ പിന്നെ പാലയുടെ പൈസ ഉണ്ടാക്കാൻ വിചാരിച്ചു. ബ്രെഡുണ്ട്, പിന്നെ മാഗിയുടെ പാക്കറ്റ്,
മാഗിയുടെ പാക്കറ്റും ദോശ എടുക്കാനുള്ള ഒരു കയ്യിലെടുത്തിട്ടുണ്ട്. അത്രയാണ് ഇതിനകത്ത്. ഉണ്ട്, മാവ് തരാൻ പൊന്നെ. പിന്നെ നമ്മൾ വേറെ അധികം പാത്രങ്ങൾ കൊണ്ടുവന്നില്ല. ദോശ ഉണ്ടാക്കാനുള്ള തവ എടുത്തിട്ടുണ്ടായിരുന്നു ഏട്ടൻ. എങ്ങാനും ഇവിടെ അധികം ഉണ്ടാവില്ലല്ലോ, ജസ്റ്റ് പാനൽ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനകത്ത് ക്യാബേജിൻ്റെ ഒരു കറി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഉണ്ണിയപ്പം, സുഖിയൻ, ഉണ്ണിയപ്പം അല്ല കേട്ടോ, ഇത് അച്ചപ്പം. ഇതെന്താ, സാമ്പാറാന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ ആനിവേഴ്സറി സ്പെഷ്യൽ കേക്കും വെജിറ്റബിൾ ബിരിയാണിയുടെ ഒരു മിക്സ്, അത് വെറുതെ ആയിട്ടും കണ്ടപ്പോൾ വാങ്ങിച്ചാണ്. പിന്നെ ചപ്പാത്തി ഫ്രോസൺ, പിന്നെ കുറച്ച് ഫ്രൂട്ട്സും നാരങ്ങയും ഒക്കെയാണ്. ഇതാണ് ഫ്രിഡ്ജിലെ ഐറ്റംസ്. ആകെ 2 ദിവസമേ ഉള്ളൂ, പക്ഷേ ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾക്ക്. പിന്നെ വെള്ളം എന്തായാലും ഇവിടെ എന്താണെന്ന് വെച്ചാൽ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നേ പറ്റുള്ളൂ. നമ്മൾക്ക് എന്തെങ്കിലും ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ പുറത്ത് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾക്ക് പുറത്ത് പോകാൻ പറ്റില്ല, കാരണം പുറത്ത് ഇവിടെ ഒന്നും ഇല്ല കടകൾ. നമ്മളിപ്പോൾ വരുന്ന വഴിക്ക് ഒരു കട കാണിച്ചില്ലേ, ഇന്ത്യൻ സ്റ്റോറൊക്കെ, ഫുഡ് കഴിക്കാനൊക്കെ, ആ ഒരു ഏരിയയിലാണ് കടയൊക്കെ ഉള്ളത്. എന്തെങ്കിലുമൊക്കെ ഷോപ്പിംഗ് ചെയ്യണമെങ്കിൽ അവിടെ ഉള്ളൂ. അത്രയും എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഒരു 1 hour ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ സാധനങ്ങളും എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ഒന്നും ഇല്ലാണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് കിടക്കേണ്ടി വരും. ഡെലിവറി ഇല്ല കേട്ടോ ഇങ്ങോട്ട്, അതുകൊണ്ടാണ്. പിന്നെ ഞങ്ങൾ എന്തായാലും ഇവിടെ എത്തി, എല്ലാവരും ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ ഫ്രഷ് ആയിട്ട്. ഇനിയിപ്പോൾ നമ്മൾക്ക് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വ്ളോഗ് ചെയ്യാം. ഇവിടെ ഗരാജിൽ നല്ല ഗെയിം റൂം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ കളിക്കുകയായിരുന്നു. ജാനുട്ടിക്കും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി സമ്മർ അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾക്ക് വെളിയിൽ പോയിട്ട് അധികം കളിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഫുൾ ഇൻഡോർ ഗെയിംസ് തന്നെയായിരുന്നു. പിന്നെ ചെറിയ കുട്ടികൾക്കുള്ള ടോയ്സും വെച്ചിട്ടുണ്ടായിരുന്നു. ജാനുട്ടി അതിലും കുറച്ച് കളിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ യാത്രാക്ഷീണമൊക്കെ കാരണം പിന്നെ ഉറങ്ങി. ഇപ്പം രാവിലെ കതക് തുറന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റണ വ്യൂവാ. എന്ത് രസമല്ലേ, ഫുൾ എന്തോ സൂര്യൻ ഉദിച്ച് നിൽക്കുന്നുണ്ട്. കുഴപ്പമില്ല, ഇച്ചിരി തണുപ്പൊന്നുമില്ല അങ്ങനെ. അപ്പോൾ അത് രാവിലെ നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. എല്ലാം എന്താ പറയുന്നത്, ഇവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യുക, കുറച്ച് മിണ്ടാതിരിക്കുക, ഇവിടുത്തെ മറ്റേ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുക. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. രാവിലത്തേക്ക് നമ്മൾ മാവ് കൊണ്ടുവന്നത് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം നിറയെ ഉണ്ടല്ലോ മാവ്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ ഈ സ്വീറ്റ് പൊട്ടാറ്റോസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ അഡ്ജസ്റ്റ് അല്ല കേട്ടോ, ഇത് ശരിക്കും. പിന്നെ സാമ്പാറുണ്ട്, അത് നന്നായിട്ട് തന്നെ കഴിക്കാം. അത് കഴിഞ്ഞ് പിന്നെ ചപ്പാത്തി ഉണ്ട് ഉച്ചക്കലത്തേക്ക്, പിന്നെ റൈസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പം എന്തൊക്കെയോ കുറേ സാധനങ്ങളായിട്ടുണ്ട്. ഞങ്ങൾ ഓർത്തു ഇവിടെ ഒന്നും കിട്ടാത്തത് കൊണ്ട് എല്ലാം എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പം ആകെ ഇനിയിപ്പോൾ ഇന്നൊരു ദിവസം ഉണ്ട് ഫുൾ. നാളെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങും. അപ്പം അങ്ങനെയാണ് പ്ലാൻ. അപ്പം ഇന്ന് നമ്മൾക്കിപ്പം വെഡിങ് ആനിവേഴ്സറിയുടെ സ്പെഷ്യലായിട്ടുള്ള കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ട്. അപ്പം രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ റെഡിയായി, കുറച്ച് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നൊരു നല്ല ഇതാണല്ലോ ലാൻഡ്സ്കേപ്പൊക്കെ. അപ്പോൾ അവിടെയൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ വിശ്രമിക്കാൻ വീണ്ടും എന്നാണ് വിചാരിക്കുന്നത്. ഉറങ്ങുക, കഴിക്കുക, എണീക്കുക എന്നുള്ള ഒരു പരിപാടിയാണ് ഇവിടുത്തെ ഇപ്പോൾ നടക്കുന്നത്. പിന്നെ ഇടയ്ക്കൂടെ ഫോട്ടോസ് വീഡിയോസ് എടുക്കുക. പക്ഷെ ഞാൻ ഇത്തവണ അധികം വീഡിയോസൊന്നും അങ്ങനെ എടുക്കണില്ല. ജസ്റ്റ് ഒന്ന് കുറച്ച് റിലാക്സ് ആയിട്ട് ഇരിക്കാമെന്നാണ് വിചാരിക്കണം. ചെറിയൊരു വ്ളോഗായിട്ട് എന്തായാലും നിങ്ങളുടെ അടുത്തേക്കും കൂടെ ഷെയർ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് ചെറുതായിട്ട് ഇടയ്ക്ക് കൂടെ എടുക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കാണാം. അവരവിടെ കളിക്കട്ടെ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ആയിരിക്കും ചിലപ്പോൾ കേക്ക് ഉണ്ടാവുക. അപ്പോൾ ഞാൻ വേഗം ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ നമുക്ക് കാണാം. അവർ കളിക്കുന്നത് നോക്കാം. എന്താ കളിക്കണേ? താഴെ വരണോ? ഇഡലി ഉണ്ടാക്കി കഴിഞ്ഞാൽ വേഗം പണി കഴിയല്ലോ എന്ന് ഓർത്തു. കാരണം ദോശയാകുമ്പോൾ പിന്നെ ഓരോന്നായിട്ട് ഉണ്ടാക്കണ്ടേന്ന് വിചാരിച്ചിട്ട്. പിന്നെ വൈകുന്നേരം ആണെങ്കിലും ഇതിപ്പോൾ മാവുള്ളതുകൊണ്ട് ദോശയൊക്കെ തന്നെ ആയിരിക്കും കഴിക്കേണ്ടത്. അപ്പോൾ രാവിലെ എന്തായാലും ഇഡ്ഡലി ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ സോസ് പാനൊക്കെ ഇവിടെ ഉള്ളതാണ്. ഞാൻ വീട്ടിൽ നിന്ന് ആകെ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കണ മോൾഡ് മാത്രമേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ പിന്നെ ഒരുപാട് പാത്രങ്ങളൊക്കെ ഉണ്ട്. നമ്മൾക്ക് പിന്നെ അത്രയൊന്നും ആവശ്യമില്ല. ഇവിടെ പിന്നെ കുക്ക് ചെയ്യാനല്ലല്ലോ വന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിനുള്ള സംഭവങ്ങൾ മാത്രം ഉണ്ടാക്കിയിട്ട് ബാക്കി ടൈം വെറുതെ ഇരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള പ്ലാൻ. ഇവിടെയും സ്റ്റൗ ഇലക്ട്രിക്കിൻ്റെ ആണ്. അതുകൊണ്ട് തന്നെ ഒരു സുഖം തോന്നുന്നില്ല. കാരണം വീട്ടിലും ഇലക്ട്രിക് സ്റ്റൗ, ഇവിടെയും അങ്ങനെ തന്നെയാണല്ലോ എന്ന് വിചാരിച്ചിട്ട്.
പിന്നെ ഇത് കടയിൽ നിന്ന് വാങ്ങിയ മാവായതുകൊണ്ട് തന്നെ ഇഡ്ഡലി ഒന്നും വലിയ സുഖമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ദോശ ഉണ്ടാക്കാൻ കടയിലെ മാവ് പെർഫെക്റ്റാണ്, പക്ഷേ ഇഡ്ഡലി എപ്പോഴും എനിക്കങ്ങനെ നല്ലതായിട്ടൊന്നും കിട്ടാറില്ല. പിന്നെ നമ്മൾ റെഡിമെയ്ഡ് സാമ്പാറും കൂടെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ആ ഫ്രീസറിൽ ഇരിപ്പുണ്ടായിരുന്നില്ലേ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മൈക്രോവേവിൽ വെച്ച് ചൂടാക്കിയിട്ട് അങ്ങനെയായിരുന്നു എന്തായാലും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇഡ്ഡലി, സാമ്പാർ, പിന്നെ ചട്നിയുടെ ഫ്രോസണും ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കൂടിയിട്ട് അങ്ങനെ കഴിച്ചു. പിന്നെ നമ്മളൊന്ന് പുറത്തിറങ്ങി ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട്. ആപ്പിൾ സീസൺ തീർന്നു, തണുപ്പായി, അതുകൊണ്ടാണ് ഇങ്ങനെ. ഇത് നോക്കിയൊക്കെ, ഇവിടെ ഉണ്ട്. ഒന്നും പറിക്കാൻ തോന്നില്ല. ഇതൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷെ തണുപ്പ് കൊണ്ടിട്ട് ഭയങ്കര ഇതൊക്കെ. റെയിൻഡിയർ അല്ലേ, റെയിൻഡിയർ അല്ലേ ഇത്? അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ നിൽക്കുന്ന ഒരു ആപ്പിൾ മരത്തിൽ ആപ്പിളൊക്കെ ഉണ്ടോയെന്ന് നോക്കിയതാണ്. പക്ഷെ എല്ലാം സീസണൊക്കെ കഴിഞ്ഞിട്ടും ആരും പറിക്കാതെ അങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിലെങ്ങനെയായിരുന്നു ഈ ആപ്പിൾ മരമെങ്കിൽ ഒരു ആപ്പിൾ പോലും അതിനകത്ത് കാണില്ലായിരുന്നു ബാക്കി, അല്ലേ? എവിടെ അപ്പോൾ എന്തായാലും ഞങ്ങൾ പിന്നെ അടുത്ത് തന്നെ ഒരു കുഞ്ഞ് അരുവിയുണ്ട് ഈ വീടിൻ്റെ താഴെ തന്നെ. അപ്പോൾ അവിടേക്ക് പോവാണ്. അതും കൂടെ ഇട്ടൊന്ന് കണ്ട് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ വീടുകൾ തന്നെ അടുത്തില്ല. ഈ ഒരു വീട് കഴിഞ്ഞ് പിന്നെ കുറേ നടന്നു കഴിയുമ്പോഴാണ് അടുത്തൊരു വീട് കണ്ടത് കേട്ടോ. ഞങ്ങൾ പിന്നെ ഇവിടെ കുറേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തേരാപ്പാര നടക്കുമായിരുന്നു. പിന്നെ ഇതിനടുത്ത് തന്നെ ടൂറിസ്റ്റ് ലൊക്കേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സ്പോട്ട്സ് ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്നത് വീട്ടിനകത്ത് തന്നെ ഇരിക്കുക എന്നുള്ളതായിരുന്നു. എന്ന് വെച്ചാൽ അടുത്ത് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, കണ്ടോ. ഈ ഒരു പാലം കടന്നിട്ട് വേണം നമ്മൾക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ, ഈ വീട്ടിലോട്ടോ അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലോട്ട് വരാൻ തന്നെ. പിന്നെ ഈ വെള്ളത്തിൽ കൂടിയും വണ്ടിയൊക്കെ പോവും, എല്ലാം വലിയ ട്രക്കൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ അതിനകത്തൂടെയൊക്കെ പോകുന്ന കണ്ടിട്ടുണ്ട്. പിന്നെ ബ്രിഡ്ജ് അവിടെ കൊടുത്തതുകൊണ്ട് പിന്നെ ലൈറ്റായിട്ടുള്ള വെഹിക്കിൾസിനൊക്കെ ബ്രിഡ്ജിൽ കൂടെ വരാം, അങ്ങനെയാണ് അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ചുറ്റും കൃഷിഭൂമിയാണ്, ഒരുപാട് കൃഷി സംഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എല്ലാം വിളവെടുപ്പൊക്കെ കഴിഞ്ഞ ആ ഒരു സമയമായിരുന്നല്ലോ. ഇത് നമ്മൾ പോയത് നവംബർ മാസത്തിൽ ഏറ്റവും സ്റ്റാർട്ടിങ്ങിലായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, പാടങ്ങളൊക്കെ ഇങ്ങനെ വിളവെടുത്ത് കഴിഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നതാണ്. നമ്മൾ പിന്നെ ഇവിടെ വന്നത് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാനാണല്ലോ. അപ്പോൾ പിന്നെ അത് ഞങ്ങൾ ആ ഒരു കുഞ്ഞ് കേക്കൊക്കെ വാങ്ങി കൊണ്ടുവന്നത് എല്ലാവരും കൂടിയിട്ട് കട്ട് ചെയ്യാണ്. നമ്മുടെ നൈറ്റ് ഡിന്നർ ദോശയാണ്. അത് 47 ആയതേ ഉള്ളൂ. നമ്മളിപ്പം ഇന്ന് ഇറങ്ങാൻ പോവാണ്. അതേ, ഓൾമോസ്റ്റ് എല്ലാം സെറ്റായി. ഇവിടെയൊക്കെ ഒന്ന് റെഡിയാക്കി ക്ലീനാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഡിഷസൊക്കെ ഡിഷ് വാഷറിൽ ഇപ്പോൾ പുകഞ്ഞു വരുന്നു. എല്ലാം ക്ലീൻ ആക്കിയിട്ടോ. അവർക്ക് പ്രത്യേകിച്ചൊന്നും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ ഡിഷസ് ജസ്റ്റ് ക്ലീൻ ചെയ്ത് വയ്ക്കണം നമ്മൾ അവരുടെ യൂസ് ചെയ്തെങ്കിൽ. പിന്നെ ബെഡ്ഷീറ്റ്സ് ഒന്ന് മാറ്റണം, അത്രേ ഉള്ളൂ. അപ്പം ബെഡ്ഷീറ്റ്സ് മാറ്റാന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ യൂസ് ചെയ്തതെല്ലാം അവിടെ മാറ്റി വയ്ക്കുക, അത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾക്ക് ഇനി ഇത് എത്ര പെട്ടെന്ന് ഒന്നും അധികമായിട്ടൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. ഇനിയിപ്പോൾ നമ്മൾക്ക് ജസ്റ്റ് പാക്കിങ് കൂടെ 11 മണിക്കാണ് ചെക്കൗട്ട്. അപ്പോൾ നമ്മൾക്ക് ഇനി ഫ്രിഡ്ജിൽ കുറച്ച് സാധനങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് എടുക്കണം, പാക്ക് ചെയ്യണം. പിന്നെ ഡ്രസ്സ് സംഭവങ്ങളൊക്കെ ഉള്ളത് പാക്ക് ചെയ്യണം. പിന്നെന്താ, അത്രേ ഉള്ളൂ. പക്ഷെ പെട്ടെന്ന് തീർന്നു പോയ പോലെ. നോക്കിക്ക്, ഇവിടെയൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ നമ്മുടെ അവിടെ കാണണ്ടോ, മലയുടെ മുകളിലുള്ള നല്ല ചെടികളൊക്കെ ഇങ്ങനെ കളർഫുള്ളായിട്ട് നിൽക്കുന്നതൊക്കെ ഇരുന്നിങ്ങനെ കാണാമായിരുന്നു. ഞാൻ പിന്നെ പറഞ്ഞ പോലെ അധികമൊന്നും വീഡിയോസ് എടുത്തിട്ടില്ല. ജസ്റ്റ് ചെറിയൊരു വ്ളോഗായിരിക്കും. എവിടെ ജാനുട്ടി കുറച്ച് ശീല. നമുക്കപ്പോൾ ഇനി പാക്കൊക്കെ ചെയ്ത് ഇറങ്ങിയിട്ട്, ബാക്കി പ്ലാനൊന്നും ചെയ്തിട്ടില്ല. എന്താ പ്ലാൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഇറങ്ങിയതിന് ശേഷം നോക്കാം. നമ്മൾ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. വിക്കി ആ ബുക്കിൽ എന്തൊക്കെയോ എഴുതാണല്ലോ. എഴുതിയ വിക്കി?
എഴുതിയാ? നമ്മളപ്പോൾ അതെ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. ആ ഫോട്ടോ ഞങ്ങളിവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കായിരുന്നു. അപ്പം നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ടാറ്റ ബൈ ബൈ ഹോം പറഞ്ഞിട്ട് പോവാണ് അല്ലേ? ബൈ ഹോം, ബൈ 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 ഹോം, ബൈ ഹോം. അങ്ങനെ നമ്മളുടെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് അല്ലേ? എന്ത് രസം അറിയാമല്ലേ ഇവിടെ ഇരിക്കുമ്പം, ഈ മലകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം. പക്ഷെ നല്ല വെയിലുണ്ട്. അങ്ങനെ നമ്മളെല്ലാം സെറ്റാക്കി, അത്രയേ ഉള്ളൂ. പിന്നെ ഇതെടുക്കണം, ബാക്കിയെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ലൈറ്റ്സൊക്കെ ഓഫ് ചെയ്തു അല്ലേ? ലാസ്റ്റ് മിനിറ്റ് സംഭവങ്ങളാണ്. സമയം 12 മണിയാണ് ഇതിനകത്ത്. പക്ഷേ നമ്മളുടെ 1 hour കുറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്പം 11 മണിയാണ് ആവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് 1 മണിക്കൂർ കൂടുതൽ കിട്ടിയില്ല കേട്ടാ. അത് രസമാണ് എന്തായാലും അല്ലേ വിക്കി? ഇറങ്ങാൻ പോവാണ്. ഇറങ്ങി ഇനിയിപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ എന്തായാലും വീഡിയോ എന്ന് പറയണത്. ഇനി എന്തെങ്കിലും നല്ല പ്ലേസ് കാണുവാണെങ്കിൽ ഞങ്ങളിങ്ങനെ നിർത്തിയിട്ട് വീട്ടിൽ പോവാന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ അങ്ങനെ ഡയറക്റ്റ് വീട്ടിലോട്ടാണ് പോവുക. അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ടൊന്നും വീഡിയോ എടുക്കാനുള്ള ഇതൊന്നും ഉണ്ടാവില്ലായിരിക്കും. അതുകൊണ്ട് ഞാനിവിടെ നിർത്തണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. നോക്കിയ വ്യൂ നല്ല അടിപൊളി വ്യൂ ആണ്. പക്ഷെ ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. സൂം ചെയ്യുമ്പോഴത്തേക്കും അത്ര ക്ലിയർ വരുന്നില്ല. ഇല്ല കുഴപ്പമില്ല. നല്ല മലകളൊക്കെ നല്ല ഭംഗിയായിട്ടാണ് കാണുന്നത്. അങ്ങനെ നമ്മൾ പോവാണ്. ഇതെല്ലാം കൃഷിഭൂമിയാണ് കണ്ടോ. ഇവിടത്തേക്ക് നമ്മൾ സമ്മറിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടുത്തെ കൃഷിയും കൂടെ കാണാൻ. ലൈഫിലൊരു റീഫ്രഷ് ബട്ടൺ ഉണ്ടായിരുന്നെങ്കിൽ അത് പ്രസ് ചെയ്ത ആ ഒരു ഫീലാണ് എന്തായാലും ഞങ്ങൾക്കിപ്പം ഇവിടുന്ന് തിരിച്ചു പോകുമ്പം കിട്ടിയത്. നമ്മളാണെങ്കിൽ എല്ലാവരും ഒരുപാട് തിരക്ക് പിടിച്ച ജീവിതമാണ് ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. അതിൻ്റെ ഇടയിൽ ഇതുപോലെ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ നമ്മൾക്ക് ശരിക്കും ഒരു എനർജി തന്നെ ആയിരിക്കും ലൈഫിന് കിട്ടുന്നത്. അതിപ്പം ഇതുപോലെ പുറത്ത് തന്നെ ഒരുപാട് ദൂരം പോയി ട്രാവൽ ചെയ്ത് ഇങ്ങനെ താമസിച്ചുകൊണ്ട് വേണമെന്നില്ല. അല്ലാതെ തന്നെ നമ്മൾക്ക് വീട്ടിലാണെങ്കിലും എല്ലാവർക്കും കൂടെ ഇരിക്കാനുള്ള ടൈമൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെ കുറച്ച് ഫാമിലി ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ശരിക്കും നല്ല രസമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് എൻ്റെ ഈ വീഡിയോ ഇവിടം വരെ കണ്ടതിൽ. ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.